Okay, good morning. എല്ലാവർക്കും ജോയിൻ ചെയ്തോ? എത്ര പേരായി? 42. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലെ? ഇതായിരുന്നു നമ്മൾ നോക്കിയത് ആംബുലൻസ് സർവീസ് ആയിരുന്നു അല്ലെ? ആംബുലൻസ് സർവീസസ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. എന്താ നമ്മൾ ആംബുലൻസ് എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ medically arranged vehicles which transport patient to treatment facilities such as hospital. അല്ലെ? അപ്പൊ പേഷ്യൻസിനെയൊക്കെ ആ ട്രീറ്റ്മെന്റ് ഉള്ള ഫെസിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റല് സച്ച് ആസ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹോസ്പിറ്റൽ അല്ലെ? ആ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ആക്സിഡന്റ് ഒക്കെ പെട്ടെന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നോർമല് നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന റിസ്ക് ഉള്ള കാര്യമാണ് അല്ലെ? ആംബുലൻസിലാവുമ്പോൾ നമുക്ക് എന്താ പറയാ എമർജൻസി കാണിക്കുന്ന ആ സിമ്പിൾ നമ്മൾ ആ ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മൾ സൗണ്ട് ഒക്കെ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിനെ എത്തിക്കാൻ പറ്റും, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെ? ആംബുലൻസ് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു എന്നുവെച്ചാൽ വെഹിക്കിൾസ് ഒക്കെ എല്ലാം മാറ്റി കൊടുക്കണം, അതിന് പോകാനുള്ള ഒരു ആംബുലൻസിന് പോകാനുള്ള ഒരു വഴി ഒക്കെ ഈസി ആക്കി അത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ? എന്നുവെച്ചാൽ പേഷ്യൻസിനെ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? അതിനു വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. Okay, typically out of hospital medical care is given to patient during transport. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ ആ ട്രാൻസ്പോർട്ട് സമയത്തും നമ്മളപ്പോ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താ അവിടെ ഒരു മെഡിക്കൽ കെയർ കിട്ടുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിന് പുറത്തും നമുക്ക് ആ പരിചരണം, ആ ഒരു മെഡിക്കൽ കെയർ നമുക്ക് ആ ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യന്റിന് കിട്ടുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ക്രിട്ടിക്കൽ ഒക്കെ ആയിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇത്തിരി അപകട സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഓക്സിജൻ വേണം അവരെ കൊണ്ടുപോകാൻ, അത് വെന്റിലേറ്ററോട് കൂടി കൊണ്ടുപോകണം. അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ആ പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്തണം അല്ലെ? അപ്പൊ അതോടുകൂടി ആ ഒരു ഫെസിലിറ്റിയോട് കൂടി തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന് പല തരത്തിലുള്ള ആംബുലൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹയർ കെയറിന് വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ എന്ത് വേണം? ആ ട്രാവലിംഗ് സമയത്ത് വെന്റിലേറ്റർ വേണം അല്ലെ? ഇനി അവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വെന്റിലേറ്റർ വെക്കാന്ന് വെച്ചാൽ അത് പറ്റൂല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് സമയത്തും ആംബുലൻസിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. Then ambulance are used to react to medical emergency by emergency medical services. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ അവിടെ. EMS ആണ് കേട്ടോ. സർവീസ് എന്ന് പറഞ്ഞ EMS എക്സ്പാൻഡ് ചോദിക്കാം, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. EMS എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസസ്. അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അപ്പോ എമർജൻസി മെഡിക്കൽ സർവീസ് മുഖേന ഒരു എമർജൻസിനോട് നമുക്ക് പ്രതികരിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം എമർജൻസിയാണ് അവർക്ക് അല്ലെ? അപ്പൊ അതിനോടുകൂടി നമുക്ക് ആ മെഡിക്കൽ എമർജൻസിനെ റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്തേക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഫസ്റ്റ് ലൈനും അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ ഇങ്ങനെ ചോദിക്കാം, ഡാഷ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ആ ലൈനും അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ട്രാൻസ്പോർട്ട് സമയത്തും പേഷ്യന്റിന് മെഡിക്കൽ കെയർ ആംബുലൻസിൽ അവൈലബിൾ ആണ്, കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് അവര് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് they can safely transport paramedics. ഇവിടെ ഒരു വേർഡ് പാരാമെഡിക്സ്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഡോക്ടറിന്റെ ഒക്കെ വർക്കിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അതായത് ഡോക്ടറും നേഴ്സും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര്, അവരെയാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഡോക്ടറും നേഴ്സും അല്ലാതെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, ഇപ്പൊ ലാബ് ടെക്നീഷ്യൻസ് ആവാം ലാബിലുള്ളത്, അപ്പൊ അങ്ങനെ നമ്മള് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവര്, അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് പാരാമെഡിക്സ് എന്ന് പറയാം. അപ്പൊ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മള് ഡോക്ടറിന്റെ വർക്കിൽ അസിസ്റ്റ് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് they can swiftly transport paramedics and other first responder. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, ആദ്യം എത്തിക്കുന്ന വ്യക്തി, അദ്ദേഹത്തെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തുന്ന വ്യക്തി, അതായത് അദ്ദേഹത്തിന് CPR പോലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം. CPR പഠിച്ചില്ലേ, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, CPR നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് പറ്റി, നമ്മൾ അല്ലെങ്കിൽ നമുക്കൊരു വൈകാതെ നമ്മൾ ആംബുലൻസിൽ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ആംബുലൻസിൽ ആര് വേണം? ഫസ്റ്റ് റെസ്പോണ്ടർ. അതായത് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ CPR കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുക്കാൻ കഴിവുള്ള ഒരു ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. എ പേഴ്സൺ who reaches the first at the scene of an incident. അതൊന്ന് എഴുതി വെച്ചോട്ടെ, അവിടെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചേരെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. A person who reaches, REACHES, reaches first, 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 ആദ്യം, first at the scene, 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 first at the scene of an incident, scene of an incident, and whose job is, ഒന്നുകൂടെ പറയണോ? ഓക്കെ. A person who reaches first at the scene of an incident, and whose job is to give early critical care, such as CPR പോലെയുള്ള ആ ക്രിട്ടിക്കൽ കെയർ, അപ്പൊ CPR ഒക്കെ കൊടുക്കാനുള്ള കഴിവുള്ള ഒരാളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. CPR എപ്പോഴാണ് കൊടുക്കുന്നത്? കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുമ്പോ അല്ലെ, പെട്ടെന്ന് നമുക്ക് കൊടുക്കുന്നതാണ് CPR. അപ്പൊ ആ CPR ഒക്കെ കൊടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ. Whose job is to give early critical care such as CPR. Okay. അപ്പോ നമ്മൾ ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തുന്ന വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അദ്ദേഹത്തിന് എന്താണ്, നമുക്ക് CPR പോലുള്ള ആ പരിചരണം കൊടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അപ്പോ ഇങ്ങനെ നമ്മൾ പാരാമെഡിക്സുകളെയും പിന്നെ ഫസ്റ്റ് റെസ്പോണ്ടർ അവരെയും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കാനും ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനും പിന്നെ ക്യാരിങ് എക്യുപ്മെന്റ്സ് ഫോർ അഡ്മിനിസ്ട്രിങ് എമർജൻസി കെയർ. അപ്പോ എമർജൻസി കെയർ കൊടുക്കുമ്പോൾ നമ്മൾ എക്യുപ്മെന്റ്സുകൾ വേണം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, വെന്റിലേറ്റർ വേണം, അല്ലെങ്കിൽ ECG നോക്കാനുള്ള, ഇതൊക്കെ നമ്മൾ ആംബുലൻസിലുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, BP അപ്പാരറ്റസ്, നെബുലൈസർ, ECG മെഷീൻ, ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആ എക്യുപ്മെന്റ്സുകളും നമ്മൾ ആ പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂലേ, ആ സമയത്ത് നമുക്ക് ആ എക്യുപ്മെന്റ്സുകളും കൂടി എന്ത് വേണം, ആ ഒരു വാഹനത്തിൽ സജ്ജമായിരിക്കണം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്.
അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എമർജൻസി കെയർ കൊടുക്കേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഉപകരണങ്ങളുണ്ടല്ലോ, അത് വഹിക്കാനും പിന്നെ ഈ പാരാമെഡിക്സുകളെയും ഫസ്റ്റ് റെസ്പോണ്ടറെയൊക്കെ ആ സംഭവ സ്ഥലത്തിലേക്ക് എത്തിക്കാനും ഒക്കെ നമുക്ക് ഈ ആംബുലൻസ് മുഖേന പറ്റും. അപ്പൊ ആംബുലൻസിൽ ഇങ്ങനെയുള്ള ആ എക്യുപ്മെന്റ്സിൽ കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റിയും കൂടിയൊക്കെ ഉണ്ടായിരിക്കണം. നോക്കിയേ, they can safely transport paramedics and other first responder to the scene and carry equipments for administering emergency care and to transport patients to hospital or other definitive care. അതുപോലെ തന്നെ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ അവർക്ക് ആ കെയർ കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റിയിലേക്കും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നു, ആംബുലൻസ് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആംബുലൻസ് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പാരഗ്രാഫ് ക്ലിയർ ആയോ? എന്റെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സെയിം ഡാഷ് ഇട്ട് തന്നെ ചോദിച്ചേക്കുന്നത്. Dash is a medically arranged vehicle which transport patient to treatment facility. അത് പിന്നെ EMS എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കാം. ഓക്കെ, ഇനി ആംബുലൻസിലൂടെ പാരാമെഡിക്സിനെയും ഫസ്റ്റ് റെസ്പോണ്ടറെയും ഒക്കെ പെട്ടെന്ന് ആ ഒരു സംഭവ സ്ഥലത്തിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനെ എമർജൻസി കെയർ കൊടുക്കുന്ന എക്യുപ്മെന്റ്സുകൾ വഹിക്കാനും പിന്നെ പേഷ്യൻസിനെ ഒക്കെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ കെയർ ഫെസിലിറ്റിയിലേക്ക്, കെയർ കൊടുക്കുന്ന ഫെസിലിറ്റി ആ ഒരു സൗകര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും ഒക്കെ ആംബുലൻസിലൂടെ കഴിയും. ഇനി നോക്കിയേ, the term ambulance comes from the Latin word ambulare. അണ്ടർലൈൻ ചെയ്തിട്ടേത് ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെന്നാ? ലാറ്റിൻ വേർഡായ ആംബുലറെ എന്ന് പറഞ്ഞ ആ ഒരു വേർഡിൽ നിന്നാണ്. ഓക്കെ, the term ambulance comes from the Latin word ambulare. As meaning എന്താ? അപ്പൊ ആംബുലറെ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? to walk or move about. എന്താ? നടക്കുക അല്ലെങ്കിൽ നീങ്ങുക. To walk or move about. അതാണ് ആംബുലറെ എന്ന് പറഞ്ഞ ആ ലാറ്റിൻ വേർഡിന്റെ മീനിങ്. Which is a reference to early medical care with the patient were carried by lifting or wheeling. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ നേരത്തെ ഇത് രോഗികളെ ഒന്നില്ലെങ്കിൽ ലിഫ്റ്റിങ് എടുത്ത് പൊക്കി എന്നുള്ള രീതിയിൽ ലിഫ്റ്റിങ് വഴിയോ അല്ലെങ്കിൽ വീലിങ് ഉന്തിക്കൊണ്ട് പോകാൻ പറ്റുമല്ലോ, വീലിങ് വഴി കൊണ്ടുപോകുന്ന ഒരു പണ്ടത്തെ ഒരു ആദ്യകാല ഒരു വൈദ്യശാസ്ത്രത്തെ ഒരു പരാമർശിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു മോഡലാണ് ശരിക്കും ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. പണ്ട് എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ എടുത്ത് കൊണ്ടുപോകാം, ആ ഒരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ കൊണ്ടുപോകുന്നത്? നമ്മൾ വീലിങ് വഴി അല്ലെ, ഉന്തിക്കൊണ്ട് എന്തിലെങ്കിലും ഇരുത്തി അവർ ഉന്തിക്കൊണ്ട് പോകാം. അപ്പൊ അവര് എന്താണ്, അപ്പൊ വീട്ടിലാണ് അവർക്ക് വയ്യാതെ ആവുന്നത്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ, അപ്പൊ അവര് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യിക്കാന്നാണ് അല്ലെ, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അപ്പൊ ആ ഒരു ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആംബുലൻസ് വന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് പേഷ്യൻസിനെ ലിഫ്റ്റിംഗ് വഴി അല്ലെങ്കിൽ വീലിംഗ് വഴി കൊണ്ടുപോകുന്ന ഒരു ആദ്യകാല ഒരു വൈദ്യശാസ്ത്രത്തെ പരാമർശിക്കുന്നതാണ് കേട്ടോ. ടു ഏർലി മെഡിക്കൽ കെയർ, പണ്ട് കാലത്തെ ഒരു വൈദ്യശാസ്ത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ പരാമർശിക്കുന്നതാണ് ഈ ആംബുലൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം, there are so many types of ambulance. പല തരത്തിലുള്ള ആംബുലൻസ് ഉണ്ട്, അത് പല ക്ലാസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. ഓരോന്നും നമുക്ക് പറയാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ആംബുലൻസിനെ പറയുന്നത് സിമ്പിൾ ആയിട്ടാട്ടോ. ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് റോഡിലൂടെ പോകുന്ന ആംബുലൻസുകൾ, റോഡ് ഗോയിങ് ആംബുലൻസ്. റോഡ് ഗോയിങ് ആംബുലൻസ്. ദെൻ രണ്ടാമത്തെ എയർ ഗോയിങ് ആംബുലൻസ്, എയറിൽ കൂടെ പോകുന്നത് എയർ ഗോയിങ് ആംബുലൻസ്. ദെൻ വാട്ടർ ഗോയിങ് ആംബുലൻസ്. അങ്ങനെ മൂന്നായിട്ടാണ് ആംബുലൻസിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഏതൊക്കെയാ? റോഡ് ഗോയിങ് ആംബുലൻസ്, എയർ ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്. ഓക്കെ, റോഡ് ഗോയിങ് ആംബുലൻസ് ഏതൊക്കെ വരുന്നേ? എക്സാമ്പിൾ ആണ് മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾസ്, ബസ്സസ്. ഓക്കെ, റോഡ് ഗോയിങ് ആംബുലൻസ്.
അതിനകത്ത് ഫസ്റ്റ് വി ആണ് കേട്ടോ, അവിടെ വാൻസ് എന്നും കൂടി ഉണ്ട് കേട്ടോ. വാൻ ആണ്, വാൻ, VANS. റോഡ് ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. വാൻസ്, മോട്ടോർ സൈക്കിള്, ബൈസൈക്കിള്, ബസ്സസ്. Then air going ambulance, helicopter, aircraft. Then water going ambulance, boat, hospital, ship. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഇത് എക്സാമ്പിൾ ആയിരിക്കുകയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. റോഡിലൂടെ പോകുന്നതുണ്ട്, എയറിൽ കൂടെ പോകുന്നതുണ്ട്, വാട്ടറിൽ കൂടെ പോകുന്നതുണ്ട്. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഫങ്ഷണൽ ടൈപ്പ്. ഇനി ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിലെ 7 തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 7 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് നോക്കാം. അതിന്റെ ഫങ്ഷൻ അനുസരിച്ചാട്ടോ, ഓരോ ആംബുലൻസിന്റെ ഫങ്ഷൻ, പ്രവർത്തനം അനുസരിച്ച് അല്ലെങ്കിൽ പ്രവർത്തന രീതി അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് ആണ് എമർജൻസി ആംബുലൻസ്. ഏതാണ് ഫസ്റ്റ് വൺ? ഏതാ? എമർജൻസി ആംബുലൻസ്. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാലോ. അപ്പൊ എപ്പോഴായിരിക്കും ഇത് ഈ ആംബുലൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക? ഏത് കണ്ടീഷനിലായിരിക്കണം എമർജൻസി ആംബുലൻസ്? ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെ, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ എമർജൻസി ആംബുലൻസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് വരിക അല്ലെ. എമർജൻസി ആ പേരിൽ നിന്ന് തന്നെ അറിയാം നമുക്ക്, എമർജൻസി ആംബുലൻസ് ആണ്. ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ്, ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു ആംബുലൻസ് മോഡാണ് ഇത്. which gives care to patient with a critical illness or injury. ഉണ്ടോ, ക്രിട്ടിക്കൽ ആയിട്ട് വളരെ അത്യാസന്ന നിലയിൽ അല്ലെങ്കിൽ രോഗം വളരെയധികം കൂടുതലാണ്, ക്രിട്ടിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, ക്രിട്ടിക്കൽ ഇഞ്ചുറി ഒക്കെ ആകുമ്പോൾ പേഷ്യൻസിനെ കൊണ്ടുപോകാം. അപ്പൊ അവർക്ക് നല്ല കെയർ കൊടുക്കണം അല്ലെ, നല്ല കെയർ കൊടുത്തിട്ട് വേണം അവരെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടൈപ്പ് ആംബുലൻസ് ആട്ടോ നമ്മള് എമർജൻസി ആംബുലൻസ്. അപ്പൊ അതേതാണ്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിളാണ്, അതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് വിച്ച് ഗീവ്സ് കെയർ ടു പേഷ്യന്റ് വിത്ത് എ ക്രിട്ടിക്കൽ illness or injury. അവിടെ ചോദിക്കാം, which of the following ambulance is used to give care to patient with a critical illness, അല്ലെങ്കിൽ move the patient with a critical illness or injury, അങ്ങനെ ചോദിക്കാം. അപ്പൊ ക്രിട്ടിക്കൽ ആണ്, എമർജൻസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എമർജൻസി ആംബുലൻസ് ആണ് ഉപയോഗിക്കുന്നത്. These can be road going vans. ഇതെങ്ങനെയാവാം? റോഡിലൂടെ പോകുന്ന വാനുകളാവാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റർ ആവാം, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ്, എയറിൽ കൂടെ പോകുന്നതും ഒക്കെ ആകാം, അതുപോലുള്ളതാവാം. ഇനി അതിനാണ് നമ്മുടെ ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് നോൺ ആസ് എയർ ആംബുലൻസ്. എയർ ആംബുലൻസും ആവാം. അതിപ്പോ എന്താണെങ്കിൽ എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. Okay, or even converted vehicles such as golf cart. ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്ത വാഹനങ്ങളുമാകാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞാൽ? ഗോൾഫ് കാർട്ട് വലിയ വലിയ ഹോസ്പിറ്റലുകൾ കാണാം. പേഷ്യൻസിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ ജീപ്പൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിളാണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത്. ഗോൾഫ് കാർട്ട് കണ്ടിട്ടുണ്ട്. സഫീറ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന്. എന്താ പറയാ, അതൊരു പ്രത്യേക അറേഞ്ച് ചെയ്തേക്കുന്ന, ഇപ്പൊ ജീപ്പും അല്ല എന്നാ കാറും അല്ല അല്ലെ. അങ്ങനെ ഒരു നമ്മളെ മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ട്. പേഷ്യൻസിനെയൊക്കെ നമ്മള് നടക്കാൻ പറ്റാത്തവരെയൊക്കെ പെട്ടെന്ന് നമ്മള് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടൊക്കെ എയർപോർട്ടിൽ ഉണ്ടാകും. എയർപോർട്ടിൽ ഉണ്ടാക്കുന്നു ഗോൾഫ് കാർട്ടുകൾ. പക്ഷെ അവരെ എന്താ പറയാ, അവരെ മൂവ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് ചെയ്യുക, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഏതാവാം? എമർജൻസി ആംബുലൻസ്. ഏതാവാം? ഈ ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളും ആകാം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് വിച്ച് ഗീവ്സ് കെയർ ടു പേഷ്യന്റ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഇനി രണ്ടാമത്തതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അതറിയാലോ, എന്താ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുക. എമർജൻസി ഒന്നും ആണെന്നില്ല, വെറുതെ നമ്മൾ എന്തെങ്കിലും അത്ര എമർജൻസി ഒന്നും അല്ലാതെ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ സാധാ ടൈപ്പ് ആംബുലൻസ് കേട്ടോ. A vehicle which has the duty of transporting patient to
from or between location of medical treatment such as hospital or dialysis center. ഇപ്പൊ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലേക്കോ ഒക്കെ നമ്മുടെ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ആംബുലൻസ്. അത് വേറെ സൗകര്യങ്ങളൊന്നും വേണ്ട അവിടെ. ഇപ്പൊ നമ്മുടെ ഡയാലിസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഡയാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ പെട്രോളിയം ഡയാലിസിസ് ആണ് വീട്ടിലിരുന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഹീമോഡയാലിസിസ് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ചെയ്യായിരിക്കും നല്ലത്, ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ഡയാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തീരെ വയ്യാത്ത ഇതാണ്, അങ്ങനെയുള്ളവർക്ക് ഡയാലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോ ആഴ്ചയിൽ 3 പ്രാവശ്യം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ട വരാം. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം ഇന്ന ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ വേറെ സൗകര്യങ്ങളൊന്നും അതിന് വേണ്ട, ജസ്റ്റ് പേഷ്യന്റിന് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ നമുക്ക് ആ വീട്ടിൽ നിന്ന് ആ പേഷ്യന്റിനെ ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ടുണ്ട് എമർജൻസി ആംബുലൻസിൽ സിസേറിയന്. ആ എമർജൻസി ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട് സിസേറിയന്. അപ്പൊ കുറച്ച് ക്രിട്ടിക്കലായിരിക്കും. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ ഓരോ ഇതനുസരിച്ചാണ്, ഫംഗ്ഷൻ അനുസരിച്ചാണ്. ഇപ്പൊ സാധാരണ കൊണ്ടുപോകണമെങ്കിൽ പേഷ്യന്റിനെ ഇപ്പൊ ഡയാലിസിസിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ എമർജൻസി ആംബുലൻസിന്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ ആംബുലൻസ്, അതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മളെന്ന് വെച്ചാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചെയ്യുന്നതല്ല. നമുക്കറിയാം അടുത്ത ദിവസം ഇപ്പൊ അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ആംബുലൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം, ആംബുലൻസ് വിളിക്കാം. അപ്പൊ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എമർജൻസി ആയിട്ട് പോകേണ്ടതല്ല. സാധാരണ ആ ഒരു ഫെസിലിറ്റിയിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക, അത്രേ ഉള്ളൂ. ഫോർ നോൺ അർജന്റ് കെയർ എന്നുണ്ടോ ചെയ്തവിടെ, അർജന്റ് ഒന്നും അല്ല അല്ലെ, ഇത് അർജന്റ് അല്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം, പെട്ടെന്ന് സംഭവിക്കുന്നതല്ലല്ലോ. അപ്പൊ അങ്ങനെ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Transporting patient to, from or between location of medical treatment such as hospital or dialysis center for non-urgent care. അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. അത് പ്രത്യേക അർജന്റ് ഒന്നും അല്ല, എമർജൻസി ഒന്നും അല്ല, സാധാരണ പേഷ്യന്റിന് കൊണ്ടുപോകാണ്. These can be vans, buses or other vehicles. ഇത് വാനുകളാവാം, അല്ലെങ്കിൽ ബസ്സുകളാവാം, അല്ലെങ്കിൽ മറ്റുള്ള വെഹിക്കിൾസ് ആകാം. ഏതാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ വാനുകളൊക്കെ ആംബുലൻസ് ഇതായിട്ടുണ്ടല്ലോ, ബസ്സുകൾ. അത് നിങ്ങൾക്ക് അടുത്ത് 3ാമത്തെ പഠിക്കാണ്ട് ആംബുലൻസ് ബസ് 3ാമത്തെ ടൈപ്പാണ് കേട്ടോ, പഠിക്കാണ്ട് അവിടെ ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, എ ഹ്യൂജ് ആംബുലൻസ് യൂഷ്വലി based upon a bus chases base frame of a car that can move out and transport a great number of people. എക്സാം ചോദിക്കാറുണ്ട്. അപ്പൊ ഒരുപാട് ആളുകളെ നമ്മൾ ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ആംബുലൻസ് ബസ് ആണ് അപ്പൊ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി, ഇപ്പൊ നമ്മൾ ഒരു ബസ് പറഞ്ഞു, ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു 10-15 പേർക്ക് അറ്റ് ടൈം ഒരുമിച്ചല്ലേ അവർക്ക് അപകടം പറ്റി. അപ്പൊ നമുക്ക് 10 പേരെയും അല്ലെങ്കിൽ 15 പേരെയും ഒരുമിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണ്ടേ, വേണ്ടേ? അപ്പൊ നമുക്ക് ഈ 15 പേരെ കൊണ്ടുപോകാൻ 15 ആംബുലൻസ് വിളിക്കാൻ പറ്റുമോ? പാടല്ലേ? അപ്പൊ എന്നുവെച്ചാൽ നമ്മുടെ ഒരു സംഭവം, ഒരു അപകടം നടക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് 10-20 പേരെയൊക്കെ ഒരു സമയത്ത് കൊണ്ടുപോകാൻ പറ്റൂത്. അപ്പൊ ഒരു 10-15 പേർക്കൊക്കെ നമുക്ക് ഒരുമിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, അവിടെ ആംബുലൻസ് ബസ് ആ സർവീസ് നമുക്ക് ഉപയോഗിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ദാറ്റ് ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. ഒത്തിരി പേരെ ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസ് ബസ് ഉപയോഗിക്കുന്നത്. A huge ambulance usually based upon a bus chases. Okay. ഇനി അടുത്തതാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ചാരിറ്റി ആംബുലൻസ് ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണത്. Okay, a peculiar mode of patient transport ambulance is given by a charity for the purpose of taking sick children or adult on out
outing or vacation away from hospitals or hospice or care homes where they are in long time care. ഇവിടെ നോക്കി എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മള് ഈ ഹോസ്പിറ്റൽ സെന്റേഴ്സ് ഒക്കെ പറഞ്ഞു അല്ലെ, വയസ്സായ സമയത്ത് അഡൽറ്റ് ഒക്കെ നമ്മള് അങ്ങനെയുള്ള ആളുകളെയൊക്കെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സിക്ക് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ അപ്പൊ അങ്ങനെ അവരെയൊക്കെ താമസിപ്പിക്കുന്ന ഒരു ഹോം കെയർ സെന്റർ ഉണ്ടല്ലോ. അപ്പൊ അവര് നമ്മളെന്താ പറയാ വെക്കേഷൻ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ നിന്നോ കെയർ ഹോമിൽ നിന്നൊക്കെ അവരെ എന്താ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ചാരിറ്റി. അതിനു വേണ്ടി ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റല് ഇപ്പൊ കുട്ടികളെ ആവാം, കുറച്ച് കുട്ടികളെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ അഡൽറ്റ് ആയിട്ടുള്ളവരെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്നോ ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ നിന്നോ ഒക്കെ ദീർഘനാളത്തെ ഒരു പരിചരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അതിനു വേണ്ടി ഒരു ചാരിറ്റി നൽകുന്ന ആംബുലൻസ് ആണ്. ഓക്കെ, അതിനകത്ത് ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് കിങ്ഡംസ് ജംബുലൻസ് പ്രൊജക്ട്. These are commonly based on ബസ് പോലെയുള്ള. അപ്പൊ ഇതുപോലെ നമ്മൾ കുറച്ച് പേരുകൾ ഇപ്പൊ 5-10 പേരുകൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താ അവരെ ആ ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്കൊന്ന് ഔട്ടിങ്ങിന് ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് ഇത് പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ സെന്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ പ്രായമായവരുള്ളത്. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അവർക്ക് എന്താ മെഡിസിനേക്കായി കൂടുതൽ സന്തോഷമൊക്കെയാണ് കൊടുക്കണ്ടേ അല്ലെ. അപ്പൊ മരുന്നിനേക്കായി ഉപരി ഇനിയുള്ള നാളുകളിൽ അവർക്ക് സന്തോഷം ഇതിന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അപ്പൊ അങ്ങനെ ദീർഘനാള് അവരുടെ ആ ഹോസ്പിറ്റലിലൊക്കെ പരിചരണത്തിലൊക്കെ കഴിയുന്നവര് പരിചരണത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ എന്നവര് കെയർ ഹോമുകളിൽ നിന്നോ ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ നിന്നോ ഒക്കെ അവധിക്കാലത്തിനൊക്കെ വെക്കേഷനൊക്കെ വേണ്ടിയിട്ട് അവരെയൊക്കെ ജസ്റ്റ് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഈസ് ഗിവൺ ബൈ എ ചാരിറ്റി. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? പർപ്പസ് എന്താ? സിക്കായിട്ടുള്ള കുട്ടികള്, അഡൽറ്റ് ആയിട്ടുള്ളവര്, ഇവരെയൊക്കെ ഹോസ്പിറ്റൽ ദീർഘനാള് ഇങ്ങനെ പരിചരണത്തിൽ കഴിയുന്ന ഹോസ്പിറ്റൽ സെന്ററുകളിൽ നിന്നോ കെയർ ഹോമുകളിൽ നിന്നൊക്കെ ഉള്ള ഒരു വെക്കേഷന് വേണ്ടിയിട്ട് ഒക്കെ ഔട്ടിങ്ങിന് ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ്. ഇതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ജംബുലൻസ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അതൊരു ട്രസ്റ്റ് ആണ്, ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അപ്പൊ അവര് എന്താ പറയാ ഇങ്ങനെ ഉള്ള സേവനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇനി അടുത്താണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. 5ാമത്തെ ടൈപ്പ് ബാരിയാട്രിക് ആംബുലൻസ്. എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഡിസൈൻഡ് ഫോർ എക്സ്ട്രീംലി എന്താ പറയാ ഓവർവെയ്റ്റ് പേഷ്യൻസ് equipped with a proper tool to move and manage these patients. നോക്കിയേ, ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ണമുള്ളവരൊക്കെ ഇല്ലേ, ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഇല്ലേ, അപ്പൊ അവരെ നമ്മള് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറിലൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ അവരെ അതിൽ നിന്ന് എടുത്ത് കയറ്റി ആംബുലൻസിലേക്ക് കയറ്റുക എന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ അല്ലേ. അപ്പൊ ഇങ്ങനെ ഓവർവെയിറ്റ് ഉള്ള പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രെയിം പോലത്തെ ലിഫ്റ്റിംഗ് ഗിയർ ഒക്കെ വെച്ചാൽ ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മളിങ്ങനെ ആ ഒരു അവരുടെ ആ സീറ്റ് അത് കിടക്കണ ആ ഒരു ബെഡ് അത് നമ്മള് എന്താ പറയാ ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് ഇവിടെ ഇതിനകത്ത് പറയാനുണ്ട് ഒരു പിക്ചർ കണ്ടോ, ഇങ്ങനെയുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാവും. അതായത് അവരെ ഒന്ന് ലിഫ്റ്റ് നമ്മൾ അവരെ എടുത്ത് പോക്കാതെ അപ്പൊ നമുക്ക് ആ ആംബുലൻസിലേക്ക് കയറ്റാനൊക്കെ വേണ്ടിയിട്ട്, അതായത് ആ സാധനം ഇങ്ങനെ
പുറത്തേക്ക് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ പേഷ്യന്റിനെ അതിൽ കിടത്തി കഴിഞ്ഞാൽ നേരെ നമുക്കൊരു തള്ളു കൊടുത്താൽ മതി. ഒന്ന് പതുക്കെ അങ്ങ് തള്ളി കഴിഞ്ഞാൽ നേരെ അവർ ആ സീറ്റിലേക്ക്, ആംബുലൻസിന്റെ ആ സീറ്റിലേക്ക് നേരെ അവർക്ക് കയറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ എടുത്തു പൊക്കി കയറ്റൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിന് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഡിസൈൻഡ് ഫോർ എക്സ്ട്രീംലി ഓവർ വെയിറ്റ് പേഷ്യന്റ്. ഓക്കെ, ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് അതാണ് ബാരിയാട്രിക് ആംബുലൻസ്. ഇനി അടുത്ത് നോക്കിയേ, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് connect the bodies of individuals who has died suddenly from heart attack, accident and other emergencies and to try to preserve the organ. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടോ മറ്റുള്ള എമർജൻസി കൊണ്ടോ മരണമടയുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ മരിച്ച ആളുകളെ പെട്ടെന്ന്, അപ്പൊ അവരെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. അപ്പൊ അവിടെ എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ഓർഗൻ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാലോ, മരിച്ചതിന് എത്ര മണിക്കൂർ വരെയാണ് നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. ബ്രെയിൻ ഡെത്ത് ഒക്കെ, ഓക്കെ ശരിയാണ്, ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ അവർക്ക് ഇതൊക്കെ, അപ്പൊ അവരുടെ ബാക്കിയുള്ള ഓർഗൻസിലൊന്നും കുഴപ്പമില്ല അല്ലെ. അപ്പൊ അത് നമ്മൾ ഇത്ര ടൈം കൊണ്ട് നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ ആ ഒരു ഡെഡ് ബോഡി, ആ മരിച്ച ആളെ നമ്മൾ വേഗം എത്തിക്കുകയാണെങ്കിൽ അവർക്കുള്ള ഓർഗൻ നമുക്ക് എടുക്കാൻ പറ്റും. അത് മറ്റുള്ള ആളിലേക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പേഷ്യന്റിനെ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. കളക്ട് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഹാവ് ഡൈഡ് സഡൻലി ഫ്രം heart attack, accident and other emergencies and to try to preserve the organ. അവരുടെ ഓർഗൻ പ്രിസർവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് മരണമടയുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ അവരുടെ ബോഡി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ്. ദെൻ ലാസ്റ്റത്തെയാണ് സൈക്യാട്രിക് ആംബുലൻസ്. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസീസ്. സൈക്യാട്രിക് എമർജൻസീസ് വരുന്ന പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മെന്റലി ഒക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇല്ലേ, മനഃശാസ്ത്രപരമായിട്ടുള്ള മെന്റലി ഉള്ള അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളെയൊക്കെ നമ്മള് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ട് പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ് സൈക്യാട്രിക് ആംബുലൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക്, ഇത്രയാണ് ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, 7 എണ്ണം ഉണ്ട്. ഇതാണ് എമർജൻസി ആംബുലൻസ്, എമർജൻസി ആയിട്ട് പേഷ്യൻസിനെ എത്തിക്കാൻ. രണ്ടാമത്തെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു സാധാരണ തന്നെ നമ്മൾ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് പേഷ്യന്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ട്, അത് അർജന്റ് ഒന്നുമില്ല, നോൺ അർജന്റ് കെയർ ആണ്. സാധാരണ രീതിയിൽ പേഷ്യന്റ് കൊണ്ടുപോകുന്ന ആംബുലൻസ്. ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കുറെ ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപകടം വന്നു, അപ്പൊ അവരെ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ ആംബുലൻസ് ബസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. പിന്നെ റാപ്പിഡ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് അറ്റാക്കോ ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റുള്ള എമർജൻസി കൊണ്ടൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആ ഓർഗൻ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പെട്ടെന്ന് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസ്. പിന്നെ സൈക്യാട്രിക് എമർജൻസി ഉള്ള പേഷ്യൻസിനെ നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ്. 7 ടൈപ്പ്. ക്ലിയർ ആയോ? അത് 7 എണ്ണം ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ അറിയാവുന്നതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല.
ഇനി അടുത്ത് നോക്കി, ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. ഇനി ശ്രദ്ധിക്കാട്ടോ, എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതിനെ ബേസ് ചെയ്തിട്ടാന്ന് കൂടി ശ്രദ്ധിക്കാം. ഇപ്പൊ ഫംഗ്ഷൻ അനുസരിച്ച് ആംബുലൻസിനെ എത്രയായിട്ട് തിരിച്ചേണ്ട? ഫംഗ്ഷണൽ ടൈപ്പ് 7 തരത്തിലുണ്ട്. ഓക്കെ, ഫംഗ്ഷണൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ 7 തരമുണ്ട്. ഇനി അടുത്ത് നോക്കി, ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. നമ്മള് ലെവൽ അവിടെ നിന്ന് കിട്ടുന്ന ആംബുലൻസിൽ നിന്ന് കിട്ടുന്ന ആ കെയർ അനുസരിച്ച്, ലെവൽ ഓഫ് കെയർ അതനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 4 ആയിട്ട് തിരിക്കാം. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. ഓക്കെ, അങ്ങനെ 4 ടൈപ്പ് ആംബുലൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. ഇനി എല്ലാവരും ആംബുലൻസ് ഒക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, ഏത് ടൈപ്പ് ആംബുലൻസ് ആണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഈ ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ എല്ലാവരും ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആംബുലൻസ് ആണ് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലെവൽ ഓഫ് കെയർ അനുസരിച്ച് ആംബുലൻസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ടൈപ്പ് എ എന്ന് പറഞ്ഞത് നോക്കിയേ, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, അതായത് നമ്മള് പറഞ്ഞിരുന്നത് നോക്കിയേ, ഫോംഡ് ആസ് പെർ CMVR, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ച് ഫോം ചെയ്തതാണ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ച് ഫോം ചെയ്തതാണ്. നോട്ട് ഏബിൾ ടു ക്യാരി പേഷ്യന്റ് ഹു ആർ ലേയിങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോസോ ഫേസിംഗ് അപ്പർ. ടോസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഫേസും നെക്കും അല്ലാത്ത ബാക്കി ഭാഗം ടോസോ എന്ന് പറയുന്നത്. ഫേസും നെക്കും അല്ലാത്ത ബാക്കി ഭാഗം ആണ്. അപ്പൊ നമ്മള് പറഞ്ഞിരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നോക്കി, എങ്ങനെയുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര കെയറൊക്കെ കൊടുത്ത് കൊണ്ടുപോകാൻ പേഷ്യന്റിന് നേരെ അനങ്ങാതെ കിടത്തിയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ അനങ്ങാതെ നമ്മൾ കിടത്തി കൊണ്ടുപോകേണ്ടൊക്കെ ഉണ്ടല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിക്കാനോ ഒന്നും പറ്റാതെ. അപ്പൊ അത്രയും കെയർ കൊടുത്ത് നേരെ കിടത്തി കൊണ്ടുപോകുന്ന പേഷ്യൻസ് അവരെ ക്യാരി ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞേക്കണേ, നോട്ട് ഏബിൾ ടു ക്യാരി പേഷ്യന്റ് ഹു ആർ ലേയിങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോസോ ഫേസിംഗ് അപ്പ്. Okay, not to avail medical facilities inside the vehicle. ഇതിന്റെ ഉള്ളിൽ എത്തില്ല, മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. അപ്പൊ സാധാ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്ത് കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഈ ആംബുലൻസിൽ. അവിടെ വേറെ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങോട്ട് ചോദിക്കാം, മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തത് ഏത് ടൈപ്പ് ആംബുലൻസിലാണ്? ടൈപ്പ് എയിലാണ്. ഓക്കെ, നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് വെഹിക്കിൾ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം ഫോം ചെയ്തതാണ്. ഇതിപ്പോ നമ്മൾ ഹൊറിസോണ്ടലി നേരെ കിടക്കുന്ന പേഷ്യൻസിനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാനുള്ള പറ്റില്ല. ഇതിന്റെ ഉള്ളില് മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ല. ഇനി ടൈപ്പ് ബി നോക്കിയേ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അപ്പൊ അതിന്റെ ഓരോന്നൊന്ന് നോക്കി വെക്കുക കേട്ടോ. ടൈപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്നാണ് ടൈപ്പ് എ പറയുന്നത്, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ദെൻ ടൈപ്പ് ബി ഓ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, normally crewed by staff with the lesser qualification that the crews of an emergency ambulance. Crews എന്ന് പറഞ്ഞാൽ CREW crew ആരാ? ക്രൂസ് ജോലിക്കാരൻ. Normally crewed by staff with a lesser qualification that the crews of an emergency ambulance. എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫില്ലേ, അവർക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ വേണം. എമർജൻസി ആണ്, എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുപോകാനൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ക്രൂസിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ അവിടെ ഇത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ഡീറ്റെയിൽ നോക്കാം, ആംബുലൻസിലെ എക്യുപ്മെന്റ്സ് ഏതാണ്. അപ്പൊ അതിനകത്ത് ഓരോരുത്തരുടെ ഇതൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാം അതിനെ കുറിച്ചുള്ള കാര്യങ്ങള്. നമ്മൾ ക്രൂയിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ അവിടെ പഠിക്കേണ്ട, ലാസ്റ്റ് സെക്ഷൻ. അപ്പൊ അതിനകത്ത് ആംബുലൻസ് ഡ്രൈവർ, അവരുടെ ജോലി, അല്ലെങ്കിൽ അവരെന്തൊക്കെ അറിയണം, അങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കാം. എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ആ സ്റ്റാഫില്ലേ, ജോലിക്കാരില്ലേ, അവരെക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകളായിരിക്കും ടൈപ്പ് ബി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നത്.
Okay, normally crewed by staff with lesser qualification than the crews of an ambulance, emergency ambulance. Okay, duty of transporting patient to, from, or between places of medical treatment such as hospital. അവരുടെ ഡ്യൂട്ടി എന്താ? ഡ്യൂട്ടി എന്താ? ഒരു കാര്യം മാത്രം അവർ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. എന്താണ്? ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു, ഫ്രം, ഓർ ബിറ്റ്വീൻ the place of medical treatment such as hospital. ഹോസ്പിറ്റലിലേക്കൊക്കെ അല്ലെങ്കിൽ ആ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യൻസിന് കൊണ്ടുപോകുക. ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെ എത്തിക്കുക. അപ്പൊ അങ്ങനെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമാണ് ആ ടൈപ്പ് ബിയിലെ ആംബുലൻസിന്റെ ക്രൂസിന്റെ ഇത് വന്നത്, ജോലിക്കാരുടെ ഇത് വന്നോളൂ. അല്ലാതെ അതിനുള്ള എക്യുപ്മെന്റ്സ് ഏതാണോ, അത് എവിടേക്കാണോ, എവിടേക്കാണ് ഉള്ളത്, അല്ലാതെ എങ്ങനെ കൊടുക്കണേ, ഇതേക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും വേണ്ട. ഇതാണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യിക്കും. സാധാരണ പോലെ അല്ലെ, പേഷ്യൻസിന് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഇത് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഇനി അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ അവിടെയുള്ള ക്രൂസേ ഈ ടൈപ്പ് ബിയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണമെങ്കിൽ പേഷ്യന്റിനെ ഒന്ന് ആംബുലൻസിലേക്ക് കിടത്താം, പിടിച്ചൊന്ന് കിടത്താം എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ ഒന്ന് പതുക്കെ മൂവ് ചെയ്യിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അല്ലാതെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊന്നും അവർക്ക് അറിയണമെന്നില്ല. ഇപ്പൊ CPR കൊടുക്കാൻ അറിയണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുഞ്ഞു കാര്യങ്ങൾ, പേഷ്യന്റിനെ ഒന്ന് കിടത്തണമെങ്കിൽ കിടത്താം, പേഷ്യന്റ് ഒന്ന് മൂവ് ചെയ്യിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് അറിവ് മാത്രം മതി അവർക്ക്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ബിയിൽ പറയുന്നുണ്ട് വെച്ചാൽ അധികം എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും അതിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ടൈപ്പ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തത് മൂന്നാമത്തെയാണ് ടൈപ്പ് സി. ടൈപ്പ് സിയില് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏത് ടൈപ്പാന്ന് ചോദിക്കാം. ടൈപ്പ് സി ആണ്. ഓക്കെ, ടൈപ്പ് സി ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഏതാ? ടൈപ്പ് ബി ആണ്. അപ്പൊ അത് ഓരോന്നും അതിന്റെ നേരെ ഉള്ളത് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അടിസ്ഥാനമായിട്ട് വെച്ചാൽ ഒരു വലിയ ക്രിട്ടിക്കലല്ല എങ്കിലും അത്യാവശ്യം നമ്മൾ വേണ്ട ഫെസിലിറ്റി വേണം അവിടെ. ബേസിക് ആയിട്ടുള്ള ഒരു നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങള് വേണം. അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യങ്ങൾ ആംബുലൻസിൽ വേണം. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വേണം. ഓക്കെ, എ വെഹിക്കിൾ ഡിസൈൻഡ് ഫോർ efficiency and comfort in the working environment, suitably equipped and suitable staffed for the transport and the treatment of patients requiring non-invasive airway management or basic monitoring. Non-invasive എന്ന് പറഞ്ഞാൽ എന്താ? അധികം ആക്രമണാത്മകമല്ലാത്ത, അല്ലെ, എന്നുവെച്ചാൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആംബുലൻസ് ആണ്. അതായത് ബേസിക് മോണിറ്ററിംഗ്, അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ടൈപ്പ് സി നമ്മുടെ ഡിസൈൻ വെഹിക്കിൾ ഡിസൈൻ ഫോർ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട് ഇൻ ദ വർക്കിംഗ് എൻവയോൺമെന്റ്. അതായത് നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തില് അപ്പൊ അതിന്റെ ഒരു കംഫർട്ട് ആയിട്ടുള്ളതും ജോലി ചെയ്യുന്ന അന്തരീക്ഷത്തില് അതിന്റെ ആ ഒരു എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്കും സൗകര്യത്തിനും വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു തരം വാഹനമാണ്. പിന്നെ അത് പറഞ്ഞേക്കുന്നത് നോൺ ഇൻവാസീവ് എയർവേ, അധികം ആക്രമണാത്മകമല്ലാത്ത, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത, അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് ആണിത്. അതിനെ നോക്കിയേ, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ലൈക്ക് ആൻ ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്. കണ്ടോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, ചെറിയ എക്യുപ്മെന്റ്സ് മതി, ഇത്തരം കാര്യങ്ങൾ മതി. ഓക്കെ, ഏതൊക്കെ വേണം? ചെറുതായി ഓക്സിജൻ സിലിണ്ടർ വേണം, അല്ല വെന്റിലേറ്റർ ഒന്നും വേണ്ട, ICU ആംബുലൻസ് ഒന്നും അല്ലാത്ത
ചെറിയ എക്യുപ്മെന്റ്സ് വേണം. അടിസ്ഥാനമായിട്ട് നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റ്സുകളൊക്കെ ഉള്ളതായിരിക്കും അത്. ഓക്സിജൻ സിലിണ്ടർ വേണം, BP മോണിറ്റർ വേണം, സ്റ്റെതസ്കോപ്പ് വേണം. അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത്, അതിനകത്തുള്ള സ്റ്റാഫ്. ഇപ്പൊ ഡ്രൈവറും അതേ കൂടാതെ ഒരാളും കൂടി അതിനകത്ത് എന്തായാലും ആംബുലൻസ് വേണം. അറ്റ്ലീസ്റ്റ് 2 crews എങ്കിലും നമ്മൾ ആംബുലൻസിൽ വേണം. ഡ്രൈവർ മാത്രം പോരാ, ഡ്രൈവർ വേണം, അതിന്റെ കൂടെ ഒരാള് കൂടി ആംബുലൻസിൽ വേണം. അപ്പൊ അദ്ദേഹത്തിന് എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങള്, ഇത്തരം ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ അറിയുന്ന അത്രയും ഒരു നോളജ് ഉള്ള ഒരാളായിരിക്കണം അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത്, ആ ടൈപ്പ് സിയിലുള്ള സ്റ്റാഫ്. ഓക്കെ, ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. ഇപ്പൊ എന്തൊക്കെ വേണമെന്ന് നോക്കിയേ, ഏതൊക്കെയാ? ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. പിന്നെ ബേസിക് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വെഹിക്കിള്, അത് ആംബുലൻസ് ഏത് ടൈപ്പ് ആംബുലൻസ് ആണെന്ന് ചോദിക്കാം. ഏതാണ്? ടൈപ്പ് സി. അത് അറിയപ്പെടുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്നാണ് ഈ ടൈപ്പ് സി അറിയുന്നത്. ഇനി അടുത്തതാണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. ടൈപ്പ് ഡി ഏതാ? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അണ്ടർലൈൻ ചെയ്തിട്ടേത് ടൈപ്പ് ഡി ആംബുലൻസ് എന്താ പറഞ്ഞ? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. is also known as cardiac care ambulance. ഇപ്പൊ cardiac care ambulance എന്ന് അറിയപ്പെടുന്ന ഏതാ? ടൈപ്പ് ഡി ആണ്. അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? കാർഡിയാക് കെയർ ആംബുലൻസ് എന്നും അറിയപ്പെടുന്നു. അത് പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ എക്യുപ്മെന്റ് ഉള്ളതെന്ന് രണ്ടാമത്തെ പാരഗ്രാഫിൽ വരുന്നുണ്ട്. അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വെഹിക്കിൾ ഡിസൈൻ എർഗോണമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ ആ ഒരു കംഫർട്ട്, എഫിഷ്യൻസി എന്നൊക്കെ ഉള്ള മീനിങ് ആട്ടോ. അതിനൊരു നമ്മളൊരു കംഫർട്ട് ആയിട്ടുള്ള രീതിയില് ഇത് ശരിക്കും പറഞ്ഞ ഒരു ICU ഇല്ലേ, ICU തന്നെ സെറ്റ് ചെയ്തേക്കുന്ന തരത്തിലുള്ള ഒരു ആംബുലൻസ് ആണ്. അത്രയും അഡ്വാൻസ്ഡ് ആണത്. ഒരു ICU തന്നെ ആംബുലൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ICUയിൽ കിട്ടുന്ന എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്? അതെല്ലാം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും കിട്ടുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് ഡി ആംബുലൻസ്. A vehicle designed ergonomically equipped and suitably staffed for the transport and treatment of patients requiring invasive airway management, intensive monitoring. അതായത് നമ്മൾ അതിതീവ്രമായിട്ട്, ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിതീവ്രമായിട്ട് നമ്മൾ തീവ്രമായിട്ട് നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഇൻവാസീവ് എയർവേ നമ്മളത് കൂടുതൽ. അപ്പൊ അതിന് വെന്റിലേറ്റർ ഒക്കെ വേണം. വെന്റിലേറ്ററോട് കൂടെ നമ്മൾ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള എയർവേ ആവശ്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എങ്ങനെയാ? അതുപോലെ നമുക്ക് അതേക്കുറിച്ചുള്ള ഓരോ എക്യുപ്മെന്റ്സുകൾ, കാര്യങ്ങൾ എവിടെയാണ് സജ്ജീകരിച്ച അത്യാവശ്യം എങ്ങനെയാണെന്നൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിയുള്ള ഒരു ആളുകളായിരിക്കണം അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞത്. Equipped and suitably staffed for transport and treatment of patients requiring invasive airway management or intensive monitoring. അതായത് അതിതീവ്രമായിട്ട് നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ടൈപ്പ് ഡി ആംബുലൻസ് പറയുന്നത്. This is equipped with the advanced life support machine. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഉണ്ട് അല്ലെ? നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നമുക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഡിഫിബ്രിലേറ്റർ. എന്താണ് ഈ മെഷീൻ? യൂസ്ഡ് ടു റെസ്യൂം ഹാർട്ട് പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഡിഫിബ്രിലേറ്റർ. എക്സാമിന് ചോദിക്കാം കേട്ടോ. ഇത് ഓരോന്നും പഠിച്ചു വെക്കാം, അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ ഏതാണ്? ഡിഫിബ്രിലേറ്റർ, എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ഹാർട്ട് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ.
അതായത് നമ്മുടെ ഈ CPR ഒക്കെ കൊടുക്കൂല, ആദ്യം നമ്മൾ CPR ഒക്കെ കൊടുക്കും. CPR ഒക്കെ കൊടുത്തിട്ടും നമുക്ക് ബ്രീതിങ് ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണ്. നെക്സ്റ്റ് ആണ് ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും, രണ്ടിങ്ങനെ പിടിക്കുന്ന ഒരു സാധനം പുറത്തത് ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ജർക്കോട് കൂടി നമുക്ക് ബ്രീതിങ് ഇതാവണത്. ഇതാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. എ മെഷീൻ യൂസ്ഡ് ടു റെസ്ക്യൂ ഹാർട്ട്. അണ്ടർലൈൻ ചെയ്തിട്ടോ അത്. ഇത് ഓരോ എക്യുപ്മെന്റും എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ഏത് മെഷീൻ ആണ്, എന്നിട്ട് പല ഓപ്ഷൻസ് തരും ഇവിടെ. എ മെഷീൻ യൂസ്ഡ് ടു റെസ്ക്യൂ ഹാർട്ട് എന്ന് തരും, എന്നിട്ട് ECG മെഷീൻ, വെന്റിലേറ്റർ എന്ന് തരും, ഡിഫിബ്രിലേറ്റർ എന്ന് തരും, അങ്ങനെയൊക്കെ തരും ഓപ്ഷൻസ്. അത് അണ്ടർലൈൻ ചെയ്ത. അടുത്ത നോക്കി, ECG മെഷീൻ യൂസ്ഡ് ടു കീപ് എ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ. നമ്മുടെ ഹാർട്ട് എത്ര പ്രാവശ്യം, നമ്മൾ എത്ര പ്രാവശ്യം ഇരിക്കുന്നുണ്ട് സാധാരണ നോർമലി? എത്ര പ്രാവശ്യം ഹൃദയം ഇടിക്കുന്ന? എത്ര പ്രാവശ്യം? 72 അല്ലെ? അപ്പൊ അത് നമ്മുടെ ആ ഹാർട്ട് റേറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ECG മെഷീൻ. അതുണ്ടാവും, ECG മെഷീൻ ഉണ്ടാവും, ഡിഫിബ്രിലേറ്റർ ഉണ്ടാവും. അപ്പൊ അതും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. യൂസ്ഡ് ടു കീപ് ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് പേഴ്സൺ. ഇനി അടുത്തത് വെന്റിലേറ്റർ. ഒന്നാമത്തെ നോക്കിയ വെന്റിലേറ്റർ ഉണ്ട്, ദെൻ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, പൾസ് ഓക്സിമീറ്റർ. എന്താ? യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പൾസ് ഓക്സിമീറ്റർ. ഇതിന് വേണ്ടിയുള്ളതാണ് പൾസ് ഓക്സിമീറ്റർ. അതും അണ്ടർലൈൻ ചെയ്തിട. യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ഓക്കെ, ഡാഷ് എന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഡാഷ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ഇതാണ് പൾസ് ഓക്സിമീറ്റർ. അടുത്താണ് റെസിസ്റ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ. റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ബ്രീത്തിങ് ഒക്കെ എന്തെങ്കിലും സ്റ്റോപ്പ് ആവുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ചുരുങ്ങിപ്പോയ ലെൻസ് ഇല്ലേ, അതിനെ നമ്മൾ വികസിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. ചുരുങ്ങിപ്പോയിട്ടുള്ള ലെൻസ് അതിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊക്കെ സക്ഷൻ ഇത് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഓക്സിജൻ ട്യൂബ് ഉണ്ടാവാം, മൗത്ത് ഓപ്പണർ, വായുവിന് തുറക്കാൻ വേണ്ടിയിട്ട് മൗത്ത് ഓപ്പണർ ഉണ്ടാവാം, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണ് ഇതാണ് റെസിസ്റ്റേഷൻ കിറ്റ്. പിന്നെ അടുത്ത സക്ഷൻ മെഷീൻ. നമ്മൾ വായിലൊക്കെ കഫം വരുമ്പോൾ ഇങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്നവർക്ക് തുപ്പിയൊന്നും കളയാൻ പറ്റൂല്ലോ, സക്ക് ചെയ്തെടുക്കാൻ, വലിച്ചെടുക്കണം. ആ കഫം, വായിലുള്ള കഫം ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ, അതിനു വേണ്ടിയുള്ളതാണ് സക്ഷൻ മെഷീൻ. സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി, വലിച്ചെടുക്കാൻ വേണ്ടി അതുണ്ടാകും. നെബുലൈസർ ഉണ്ടാകും, നെബുലൈസർ ആവി പിടിക്കാനായിട്ട്. നെബുലൈസർ ഉപയോഗിച്ചിട്ടില്ലേ? നെബുലൈസർ ഉണ്ടാ? നെബുലൈസർ ഉപയോഗിക്കാറില്ലേ? ശ്വാസം മുട്ടൊക്കെ ഉണ്ട്, നമ്മൾ ബ്രീത്തിങ് ഇതില്ലെങ്കിൽ നമ്മൾ നെബുലൈസ് ചെയ്യും അല്ലെ, ആവി പിടിക്കാനൊക്കെ. BP അപ്പാരറ്റസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും സംഭവങ്ങൾ, ഇത്രയും എക്യുപ്മെന്റ്സുകൾ എവിടെ ഉണ്ടാവും? ടൈപ്പ് ഡിയിൽ ഉണ്ടാവും. അത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ICU തന്നെ ശരിക്കും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ അത് ടൈപ്പ് ഡി വരെയാണ് നമ്മൾക്ക് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാണ് നോക്കി? ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമ്മള് അങ്ങനെ വേറെ അധികം ഫെസിലിറ്റികളൊന്നും ഇല്ല. അതാണ് നമ്മള് ഏതാണ് റെസിസ്റ്റേഷൻ ഒന്നുകൂടെ പറയാനോ? ഓക്കെ. റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അത്രേ ഉള്ളൂ. നമ്മൾ ചുരുങ്ങിപ്പോയിട്ടുള്ള ലെൻസ് ഇല്ലേ, ആ ലെൻസിനെ നമ്മൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ സക്ക് ചെയ്തെടുക്കാനുള്ള സക്ഷൻ ഉണ്ടാവും, ഓക്സിജൻ കൊടുക്കാനുള്ള ട്യൂബ് ഉണ്ടാവും, മൗത്ത് വായു അങ്ങനെ നമുക്ക് തുറക്കാനുള്ള മൗത്ത് ഓപ്പണർ ഉണ്ടാവും, ഓക്സിജൻ റിസർവെയർ ഉണ്ടാവും, ബാഗ് വിത്ത് വാൽവുള്ള ഒരു ബാഗ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. ഇത്രയുള്ള നമ്മുടെ ആ ലെൻസ്, ചുരുങ്ങിപ്പോയ ലെൻസിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്, ലെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ, അതിൽ ഏതൊക്കെ വരാമെന്ന് ചോദിക്കാം. ഇപ്പൊ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു എന്ത് വേണ്ട ഫെസിലിറ്റി ഇല്ല, വെറുതെ
പേഷ്യൻസിനെ കൊണ്ടുപോകുക. അപ്പൊ നമ്മൾ പറഞ്ഞു നേരെ അനങ്ങാതെ കിടക്കാൻ പറ്റുന്ന പേഷ്യൻസിനെ അങ്ങനെയുള്ളവരെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സാധാ ടൈപ്പ് ആംബുലൻസ്, ഇതാണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേറെ ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ല. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ നമുക്ക് ഇങ്ങനെ നേരെ അനങ്ങാതെ കിടത്തിക്കൊണ്ടുള്ള പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യന്റ് ഉണ്ടോ, അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. സാധാ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എ. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിനുള്ള കുറച്ചും കൂടി ഒരു ഇതുണ്ട്. അപ്പൊ അതായത് നമ്മൾ പറഞ്ഞു, അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആ സ്റ്റാഫ് ഉണ്ടല്ലോ, അവര് ഈ എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ആംബുലൻസിനേക്കാളും കുറച്ചും കൂടി എന്താണ് അവരെക്കാളും ക്വാളിഫിക്കേഷൻ കുറച്ച് മതി. അധികം വലിയ കാര്യങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം വേണമെങ്കിൽ പേഷ്യന്റിനെ ഒന്ന് ആംബുലൻസിലേക്ക് കയറ്റാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കാനോ അവരെ ഒന്ന് പതുക്കെ ഏൽപ്പിക്കുകയോ മൂവ് ചെയ്യിക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം അതൊക്കെ ഒന്ന് ചെയ്യാൻ മാനേജ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഡ്യൂട്ടി ഓഫ് അപ്പൊ എന്താ ഈ ടൈപ്പ് ബി പറഞ്ഞേക്കുന്നത്, പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിലേക്കോ ആ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്കൊക്കെ കൊണ്ടുപോകുക, ഷിഫ്റ്റ് ചെയ്യുക. അത്ര എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. ടൈപ്പ് സി എന്താ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പൊ അവിടെ എന്താ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി അല്ലെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. അവിടെ ബേസിക് ആണ്, അതായത് അടിസ്ഥാനമായിട്ട് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് എന്തൊക്കെ വേണം, ബേസിക് ആയിട്ട് എന്തൊക്കെ വേണം അത്രയും മതി. അതൊരു പ്രത്യേക രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പേഷ്യന്റ് കംഫർട്ട്, എഫിഷ്യൻസി, നമുക്ക് ആ എഫിഷ്യന്റ് ഒരു കാര്യക്ഷമതയ്ക്കും നമ്മുടെ സുഖപ്രദത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് അതിൽ കിട്ടുന്നത്. അതിനകത്തുള്ള സ്റ്റാഫുകള് കുറച്ചും കൂടി എന്താണ് അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നോൺ ഇൻവാസീവ് എയർവേ അല്ലെങ്കിൽ ബേസിക് മോണിറ്ററിംഗ്, അടിസ്ഥാന നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വെഹിക്കിളാണ്. അടിസ്ഥാന നിരീക്ഷണം അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ബേസിക് മോണിറ്ററിംഗ് കൊടുക്കുന്ന പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതാണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഏതാണ് പറഞ്ഞേക്കുന്നത്, അതിനകത്തുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും, BP മോണിറ്റർ ഉണ്ടാവും, സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും. അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അതിനകത്ത് പറ്റുള്ളൂ. ഇനി അടുത്ത ടൈപ്പ് ഡി എന്ന് പറഞ്ഞാൽ എന്താ, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഇതിനെ കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയുന്നു. ഇതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞ സ്റ്റാഫ് എങ്ങനെയാ, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസുകൾ ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് അറിവുള്ള ആളുകളായിരിക്കണം അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയുള്ളതാണ്, ഇന്റൻസീവ് മോണിറ്ററിംഗ് അല്ലെ, ഒരു തീവ്രമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമുള്ള കുറച്ചും കൂടി കെയർ കൊടുത്ത് കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് ടൈപ്പ് ഡി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ വേണം, നമ്മുടെ അവരുടെ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് വേണം. ഡിഫിബ്രിലേറ്റർ, ECG മെഷീൻ, വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ, പിന്നെ റെസിസ്റ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ, നെബുലൈസർ, BP അപ്പാരറ്റസ്. അപ്പൊ അത്രയും ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഇതിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതിന് ഓരോന്നും ഡീറ്റെയിൽ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടോ, അത് മിക്ക എക്സാമിലും മാറി മാറി ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് ദ പേഴ്സൺ, വിച്ച് മെഷീൻ അങ്ങനെ ചോദിക്കാം. അപ്പൊ ECG മെഷീൻ അതിന്റെ ഓരോന്നും നോക്കി വെക്കാം കേട്ടോ. അപ്പൊ ഡിഫിബ്രിലേറ്റർ നോക്കണം, ECG മെഷീൻ നോക്കണം, പൾസ് ഓക്സിമീറ്റർ നോക്കണം. അത് മൂന്നും അതിന്റെ ബ്രാക്കറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കാം. ബാക്കിയിട്ട് നമുക്ക് എക്യുപ്മെന്റ്സ് ആണ്. ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത് കൂടാതെ ആംബുലൻസിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് എക്യുപ്മെന്റ്സുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടു-വേ റേഡിയോ വേണം, മൊബൈൽ ഡാറ്റ ടെർമിനൽ വേണം, എവിഡൻസ് ഗ്യാതറിംഗ് CCTV വേണം, ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് വേണം, ട്രോമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്, റിപ്പോർട്ട്സ്, അത്രയും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.